Hi friends, welcome to Dhiya's world. ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ക്യാരറ്റ് ഡിലൈറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ക്യാരറ്റ് ഡിലൈറ്റിൻ്റെ കൂടെ നിങ്ങൾക്കൊരു മാജിക്കൽ ഡിലൈറ്റ് പൊടിക്കുകയും കാണും. സോ വീഡിയോസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ റെസിപ്പിയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്ത് പീൽ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഞാൻ 2 ഗ്ലാസ് വെള്ളം പാനിനകത്ത് ഒഴിച്ച് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതിനകത്തിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ ക്യാരറ്റ് ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്യാരറ്റ് നല്ലോണം വെന്തിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് നമുക്ക് ക്യാരറ്റ് മാത്രം എടുത്തിട്ട് മാറ്റാം. ഇനി ഞാനൊരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്യാരറ്റ് ഒന്ന് അരച്ചെടുത്ത് ഇതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ 1 ടീസ്പൂണ് നെയ്യും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ നെയ്യ് ചേർക്കാൻ നിങ്ങൾ നേരത്തെ വേണമെങ്കിലും ചേർത്തോളാം. ആദ്യമേ നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം വേണമെങ്കിലും ക്യാരറ്റ് നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെയും ചെയ്യാം. ഇപ്പം നല്ലോണം നെയ്യ് ഒന്ന് മിക്സായി കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് നമുക്ക് 1.5 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ട് ഞാൻ വെള്ളത്തിനകത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നമുക്കിതിനകത്ത് മിക്സ് ചെയ്യാം. ഈ കോൺഫ്ലവറിന് ഓപ്ഷണൽ ഒന്നുമില്ല. ഇതൊന്ന് ടെക്സ്ചറിന് മാത്രമേ ഉള്ളൂ. അതൊന്ന് കട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സ്പൂണിൽ എടുത്ത് കഴിക്കാവുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഡിലൈറ്റ് കിട്ടുന്നത്. അപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ റെസിപ്പിയുടെ ആവശ്യമുള്ള പഞ്ചസാരയും നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ വേണ്ടെങ്കിൽ ഓപ്ഷണലാണ്. പക്ഷേ ഇത് കോൺഫ്ലവറിന് വേറെ ഒന്നും ചേർക്കാൻ പറ്റത്തില്ല. ഇനി ഫ്ലേവറിന് വേണ്ടി ഞാൻ 5 ഏലക്ക എടുത്ത് ഒന്ന് ചതച്ച് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പൊടി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി ഞാനിപ്പോൾ 1 ടീസ്പൂണും കൂടി നെയ്യും കൂടി മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ നെയ്യെല്ലാം സൈഡിൽ വരുന്ന രീതിയിൽ ആവുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഡിലൈറ്റ് റെഡിയാവും. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഇനി ഇത് ഒരു ബൗളിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ മുൻപേ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് അതിനകത്ത് നെയ്യിട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ആ ബൗളിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരന്ന പാത്രത്തിനകത്ത് ഒഴിക്കുവാണെങ്കിൽ തിക്നെസ് കുറവായിട്ട് കിട്ടും. ഞാൻ ഇച്ചിരി തിക്കായിട്ട് വേണമെന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് തട്ടിക്കൊടുക്കണം. എയർ ബബിൾസ് എല്ലാം പോകുന്ന രീതിയിൽ ചെറുതായിട്ട് താഴെ തട്ടിയിട്ട് നമുക്കിതൊന്ന് 2 മണിക്കൂർ പുറത്ത് വെക്കണം. ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ മിറാക്കിൾ പൊടിക്കൈ എന്തുവാന്ന് നോക്കാം. ഇന്നത്തെ പൊടിക്കൈ ഒരു മിറാക്കിൾ ജ്യൂസാണ്. ഈ ജ്യൂസ് എന്നും രാവിലെ ഒരു 1/2 ഗ്ലാസ് വീതം കുടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് വൈസ് ഉള്ള പ്രോബ്ലമും മാറിക്കിട്ടും. പിന്നെ നിങ്ങളുടെ സ്കിന്നിന് ഒരു ഈവൻ ടോണും വരാൻ സാധിക്കും. നല്ല ഒരു ഹെൽത്തി ഗ്ലോ കിട്ടും നിങ്ങളുടെ സ്കിന്നിന്. അപ്പം എല്ലാ ദിവസവും ഒരു 2 ആഴ്ച കുടിച്ച് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ABC ജ്യൂസാണ് ഇതിൻ്റെ പേര്. പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഈ ABC ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ആപ്പിളും ചെറിയ പീസ് ബീറ്റ്റൂട്ടും പിന്നെ 2 ക്യാരറ്റും. ഈ മെഷർമെൻറ്റ് ഒന്നും മാറിപ്പോകാൻ പാടില്ല. മാറുവാണെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യുക. 1 ആപ്പിളും ചെറിയ പീസ് ഓഫ് ബീറ്റ്റൂട്ടും പിന്നെ 2 ക്യാരറ്റും കൂടി എടുത്തിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം അത് സ്ട്രെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജ്യൂസായിട്ട് കുടിക്കാം. അരയ്ക്കുമ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അരച്ച് കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂൺ ലെമൺ ഒഴിച്ചിട്ടും സെർവ് ചെയ്യാം. ഇത് എല്ലാ ദിവസവും കുടിക്കുക. നിങ്ങൾ ഉറപ്പായിട്ട് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. ഈ ABC ജ്യൂസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സും സൈഡ് എഫക്ട്സും കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ക്യാരറ്റ് ഡിലൈറ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ചെറുതായിട്ടൊന്ന് സൈഡിൽ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പം ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ട് പൗഡറാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ട് കോക്കനട്ട് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 1-2 ദിവസം കൊണ്ട് നമുക്ക് ഈ ഡിലൈറ്റ് ഫിനിഷ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രൈ കോക്കനട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കത് ഫ്രിഡ്ജിനകത്ത് ഒരാഴ്ച വരെ എയർടൈറ്റ് കണ്ടെയ്നറിനകത്ത് നമുക്ക് സൂക്ഷിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ഡ്രൈ കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കതൊന്ന് കട്ട് ചെയ്ത ഡിലൈറ്റിനെ നമുക്കതിനകത്തൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പം നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ആവശ്യം അതുപോലെ എടുക്കുക. ഞാൻ ഇച്ചിരി തിക്കായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിക്കായിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തിന്നായിട്ട് വരും. കട്ട് ചെയ്ത് എല്ലാ ഷേപ്പിലും എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് റൗണ്ടായിട്ടും ആക്കാം. അതിന് വേണ്ടി ഇച്ചിരി കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കയ്യിൽ ബോൾ സൈസ് പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഈ ഡ്രൈ കോക്കനട്ടിൽ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാഷ്യൂനട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സോ അവൈലബിളോ അതും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ക്യാരറ്റ് ഡിലൈറ്റ്, അടിപൊളിയായിട്ടുള്ള ഒരു ക്യാരറ്റ് ഡിലൈറ്റ് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ബാക്കിയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇത് നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. കഴിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല, കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബും ചെയ്ത് ബെൽ ഐക്കോണും പ്രസ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ കാണുന്നവരെ, until then it's bye from Dhiya's World.